ഇന്നൊരു കൊച്ചിനെ കൊണ്ട് ഒരു പേരന്റ് വന്നായിരുന്നേ. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇവനെ കൊണ്ട് വന്നു, ഇരുന്നു, വർത്തമാനം പറഞ്ഞു തുടങ്ങി. അപ്പം ഇവൻ പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല, എന്നാൽ നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്നുണ്ട്. അപ്പൊ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരന്റ് തന്നെ പറഞ്ഞു, എടാ നീ ഒന്ന് പുറത്തു പോയേ. ഈ പയ്യൻ ഇറങ്ങി പുറത്തു പോയി. അപ്പൊ ഈ പുള്ളിക്കാരി എന്നോട് നേരെ പറയാ, സാർ അവന് ഡിപ്രഷനാണെന്നാ തോന്നുന്നതെന്ന്. അവര് തീരുമാനിച്ചു ഡിപ്രഷൻ ആണെന്ന്. ഈ വീഡിയോന്റെ മൊത്തം ഉദ്ദേശം, എന്താണ് ഡിപ്രഷൻ, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ്. അതിനെപ്പറ്റി വ്യക്തതയില്ലാത്ത കുറേ ധാരണയും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ശരിക്കും എന്താ ഡിപ്രഷൻ അറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കിട്ടിയോ? ഇന്നലകളിൽ നിന്ന് കര കയറാൻ പറ്റാത്തത്. അതായത് നമ്മൾ ചെയ്തു പോയ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളോ, അതുകൊണ്ട് നമുക്കുണ്ടായ ചില മുറിവുകളോ, നമ്മളെ കൊണ്ട് അവിടെ നിന്ന് നീങ്ങാൻ പറ്റുന്നില്ല. കാലം മുമ്പോട്ട് പോയി, പക്ഷെ നമ്മൾ അവിടെ നിൽക്കുകയാണ്. അത് ഒരു വലിയ അവസ്ഥയാണ്. അത് ഡിപ്രഷന്റെ കാരണം, അല്ലെങ്കിൽ അതൊരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. ഇന്നൊന്നുകൂടിയുണ്ട്, ആരെന്നെ പറ്റി എന്ത് വിചാരിച്ചാലെന്നാ, എനിക്ക് പ്രശ്നമല്ലെന്നേ, ഞാൻ മടുത്തു. ഇതും ഡിപ്രഷന്റെ ഒരു സാധനമാണ്. ഈ 2 പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഡിപ്രഷൻ ആണെന്ന് കരുതുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയ അതിനുള്ള പ്രതിവിധിയും നിങ്ങളുടെ കയ്യിൽ തന്നെ കാണും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താ അല്ലേ?